ഇതിൽ പറയുന്നത് ഇടത് കാലിലേക്ക് ഒരു ഷോക്ക് അടിക്കുന്ന പോലത്തെ വേദന റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതെന്താണെന്നുള്ളതാണ്. ഇത് ഏറ്റവും സാധ്യത കൂടുതലുള്ളത് സയാറ്റിക്കയ്ക്കാണ്. അതായത് നമ്മുടെ സയാറ്റിക് നെർവ് നമ്മുടെ ലോ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാലിന് താഴെ വരെ പോകുന്ന ഒരു നെർവാണ് സയാറ്റിക് നെർവ് എന്ന് പറയുന്നത്. ആ നെർവിന് വരുന്ന കംപ്രഷൻ അതാണ് സയാറ്റിക്ക. ആ ഒരു കണ്ടീഷനിലാണ് ഈ പറയുന്ന രീതിയിലുള്ള സിംറ്റം ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അത് ഈ രീതിയിലുള്ള ഇലക്ട്രിക് ഷോക്ക് പോലത്തെ വേദന ഉണ്ടാവാം. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡൾ ഏക്ക് അവർക്ക് ഈ ഒരു നടു മുതൽ ചിലപ്പം കാല് വരെ ഉണ്ടാവാം. ചിലപ്പോൾ നംനെസ് ഉണ്ടാവാം. അത് യൂഷ്വലി വരുന്നത് ഡിസ്ക് ബൾജ് കൊണ്ടുള്ള നെർവ് കംപ്രഷനിലായിരിക്കും. പക്ഷേ എല്ലാ സയാറ്റിക്കയും നെർവ് കംപ്രഷൻ വരുന്നത് ഈ ഡിസ്ക് ബൾജ് കൊണ്ട് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പം തേയ്മാനം കൊണ്ട് വരുന്ന ഓസ്റ്റിയോഫൈറ്റ്സിൽ, അതായത് ചെറിയ ബോൺ സ്പറുകൾ ഡെവലപ്പ് ചെയ്യും. അപ്പം അത് ഈ നെർവിനെ കംപ്രസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇതേപോലെ വരാം. അല്ലെങ്കിൽ റെയർ കേസസിലൊക്കെ എന്തെങ്കിലും ട്യൂമർ പോലെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഗ്രോത്ത് ഒക്കെ വന്നിട്ട് അതും ഈ സയാറ്റിക് നെർവിന് കംപ്രഷൻ ഉണ്ടാക്കാം. ഇനി സയാറ്റിക് അല്ലാതെ തന്നെ ചിലപ്പോഴും പെരിഫറൽ ന്യൂറോപ്പതി കണ്ടീഷൻസിൽ, അതായത് നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട് ഈ ബ്ലോക്ക് അല്ലാതെ. അങ്ങനെയുള്ള കണ്ടീഷനിലും വളരെ റെയറായിട്ട് ഇതേപോലെ തുടയുടെ ഭാഗത്തൊക്കെ ഷോക്ക് അടിക്കുന്ന പോലത്തെ ഫീല് കാണാറുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു സിംറ്റം മാത്രം കേട്ടിട്ട് പറയൽ ബുദ്ധിമുട്ടാണ്. അതിന് ട്രീറ്റ്മെൻറ്റും പറയൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ കൃത്യമായി നമുക്കത് അസസ് ചെയ്യണം. ക്ലിനിക്കൽ എക്സാമിനേഷൻസ് വേണം. അതേപോലെ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. MRI പോലുള്ള ഇൻവെസ്റ്റിഗേഷൻ, ചിലപ്പോൾ NCS പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും. അതിനുശേഷം കൃത്യമായിട്ട് അതിൻ്റെ കാരണം കണ്ടെത്തി അത് സയാറ്റിക്ക ആണെങ്കിലും ഇനി അതേപോലെ പെരിഫറൽ ന്യൂറോപ്പതി ആണെങ്കിലും നമുക്കതിന് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം നമുക്കത് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം.